പറയുകയാ, നീ എന്തെങ്കിലും ഒരു കാര്യം നാളെ ചെയ്യാമെന്ന് നീ തീരുമാനിച്ചു കഴിഞ്ഞാൽ നീ എന്തു പറയണം? ഇൻഷാ അല്ലാ എന്നുകൂടെ നീ ചേർത്തിട്ട് വേണം നീ പറയാൻ. അതില്ലാതെ നീ പറയാൻ പാടില്ല എന്ന് അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. നമ്മൾ പറയാറില്ലേ, നാളെ ഉറപ്പായിട്ട് ഞാൻ നാളെ വരും. അങ്ങനെ പറയാൻ പാടുണ്ടോ? ഉണ്ടോ? അതാ പറഞ്ഞ ഖുർആൻ. ഉറപ്പായിട്ട് ഇൻഷാ അല്ലാഹ്, ഉറപ്പായിട്ട് ഞാൻ തരും, അല്ലെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ വരും, അല്ലെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ പോകും, അല്ലെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് ചെയ്യും. ഇങ്ങനെ പറയരുത്. ഖുർആനാ പറഞ്ഞ് നിങ്ങൾ അങ്ങനെ പറയരുത്. നിങ്ങൾ എന്തു പറയണം? ഇല്ലാ യശാ അല്ലാഹ്, അള്ളാഹു ഉദ്ദേശിച്ച് എന്ന് പറഞ്ഞാൽ ഇൻഷാ അല്ലാഹ് എന്ന് ഒന്ന് ചേർത്ത് പറയണേ എന്ന് അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇത് പറയാതെ വന്നാലുള്ള ഭവിഷ്യത്ത് എന്താ? ഇപ്പൊ പറഞ്ഞില്ലെങ്കിൽ ഇപ്പൊ എന്താ കുഴപ്പം? വല്ല കുഴപ്പമുണ്ടോ? ഇപ്പൊ ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞില്ലെങ്കിൽ ഉണ്ടാകുന്ന വിഷയം എന്താ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു ചരിത്രം കാണാം. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ലോകം തന്നെ സൃഷ്ടിക്കാൻ കാരണക്കാരനായ പ്രവാചകനാണ് മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ആ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആത്മാവിനെ കുറിച്ച്, ഗുഹാവാസികളെ കുറിച്ച്, മഹാനായ ദുൽഖർനൈൻ മഹാനവറുകളെ കുറിച്ച്, ഈ 3 കാര്യങ്ങളെ കുറിച്ച് ജൂതന്മാര് ഇളക്കി വിട്ടിട്ട് അറബികൾ വന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അവിടെ നിന്നൊരു സംശയം ചോദിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അസ്ഹാബുൽ കഹഫ്, വെള്ളിയാഴ്ച ദിവസം നമ്മൾ കഹഫ് പാരായണം ചെയ്തു. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അസ്ഹാബുൽ കഹഫ്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അവരുടെ ചരിത്രം നമുക്കറിയാം. ജോർദാൻ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകുമ്പോൾ നമുക്ക് കാണാം, എൻ്റെ പ്രിയപ്പെട്ടവരെ, അസ്ഹാബുൽ കഹഫിരുന്ന ഗുഹ നമുക്ക് കാണാം. അവരിരുന്നിരുന്ന സ്ഥലം അതൊക്കെ ഇന്ന് അടയാളം ചെയ്തു വെച്ചിട്ടുണ്ട്. അവരുടെയൊക്കെ കബറടക്കപ്പെട്ട സ്ഥലങ്ങളൊക്കെ നമുക്ക് ആ ചെറിയ ഗുഹയ്ക്കകത്തുനിന്ന് കാണാൻ കഴിയും. അസ്ഹാബുൽ കഹഫ്. അപ്പൊ ആ അസ്ഹാബുൽ കഹഫിര്, അവരെ കുറിച്ച്, അതുപോലെ തന്നെ ആത്മാവ്, നമ്മുടെ റൂഹുകളെ കുറിച്ച്, അതുപോലെ ദുൽഖർനൈനി എന്ന് പറയുന്ന രാജാവിനെ കുറിച്ച് ജൂതന്മാർ പറഞ്ഞു കൊടുത്തു, അറബികളോട് പറഞ്ഞു കൊടുത്തു, ഇത് പോയിട്ട് മുഹമ്മദിനോട് ചോദിക്ക്. അങ്ങനെ അവർ വന്നിട്ട് മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ അടുക്കൽ വന്നിട്ട് അറബികൾ വന്നിട്ട് ചോദിക്കാം, ഈ മൂന്ന് വിഷയങ്ങളെ കുറിച്ച് അവിടെ നിന്ന് ചോദിച്ചു. ആ ചോദിക്കുന്ന സമയത്ത് മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ മറുപടി, അള്ളാഹുവിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഇത് ചോദിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? ഞാൻ നാളെ പറഞ്ഞു തരാം. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അസ്ഹാബുൽ കഹഫിനെ കുറിച്ച്, ആത്മാവിനെ കുറിച്ച് പടച്ചവനെ ജൂതന്മാര് പറഞ്ഞു വിട്ടത് കാരണം അറബികൾ വന്നിട്ട് മുത്തുനബിയോട് ചോദിക്കുമ്പോ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഞാൻ നാളെ പറയാം. അല്ലാഹുവിൻ്റെ പ്രവാചകന്റെ മറുപടി ഇതായിരുന്നു. പക്ഷേ അല്ലാഹുവിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇൻഷാ അല്ലാഹ് എന്ന് പറയാൻ മറന്നുപോയി. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വന്നിട്ട് ആത്മാവെന്ന് പറഞ്ഞാൽ എന്താണ് അസ്ഹാബുൽ കഹഫിന്റെ ചരിത്രം എന്താ, ദുൽഖർനൈനി രാജാവിനെ കുറിച്ചുള്ള കാര്യം, ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നാളെ പറയാം. ഇത്രേ പറഞ്ഞുള്ളൂ. എന്ത് പറഞ്ഞില്ല? വെടി കൊണ്ടതുപോലെ ഇരിക്കാതെ പറ. എന്ത് പറഞ്ഞില്ല? ഇൻഷാ അല്ലാഹ് എന്ന് പറയാൻ മറന്നുപോയി. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്നാൽ ആ ഒരു ഇൻഷാ അല്ലാഹ് പറയാതെ വന്നപ്പോൾ ഉണ്ടായ നഷ്ടം എന്തെന്നറിയോ? ആ ഒരു ഇൻഷാ അല്ലാഹ് നമ്മളെ പോലാണോ മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം? നമ്മളെ പോലല്ല. അള്ളാഹുവുമായിട്ട് അത്രയും അടുപ്പം, അള്ളാഹുവുമായിട്ട് അത്രയും ബന്ധമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. പക്ഷെ അവിടെ നിന്നൊരു ഇൻഷാ അല്ലാഹ് പറയാൻ വിട്ടുപോയി, ഒരു ഇൻഷാ അല്ലാഹ് പറയാൻ മറന്നുപോയി. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ പ്രവാചകനത് പറയാൻ മറന്നുപോയി. ഇൻഷാ അല്ലാഹ് നാളെ പറയാമെന്ന് പറയുന്നതിന് പകരം നാളെ പറയാമെന്ന് പറഞ്ഞ് ഇൻഷാ അല്ലാഹ് പറയാതെ വിട്ടപ്പോ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ
സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പടച്ച റബ്ബങ്ങ് പിണങ്ങുകയാണ്. അല്ലാഹു മുത്തുനബിയോടങ്ങ് പിണങ്ങുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് മഹാനായ മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം അവിടെ നിന്ന് മുത്തുനബിയുടെ ചാരത്ത് വഹിയുമായി കടന്നു വരുമായിരുന്നു. ഏഴാകാശം കടന്ന് പടച്ച റബ്ബിന്റെ തീരുമാനങ്ങൾ മുത്തുനബിയുടെ ചാരത്ത് കൊണ്ടുവരുന്ന മലക്കാണ് ജിബ്രീൽ. അവിടെ നിന്ന് വഹി വരുമായിരുന്നു. അല്ലാഹുവിന്റെ പ്രവാചകൻ ഇൻഷാ അല്ലാഹ് എന്ന് പറയാൻ മറന്നുപോയപ്പോ പിന്നെ ജിബ്രീൽ വരുന്നില്ല. പിന്നെ ജിബ്രീൽ അലൈഹിസ്സലാം വരുന്നില്ല. അല്ലാഹുവേ, ദിവസങ്ങൾ കഴിഞ്ഞു. അല്ലാഹുവിന്റെ പ്രവാചകൻ ഇങ്ങനെ ആകാശത്തേക്ക് നോക്കിയിരിക്കുകയാണ്. റബ്ബേ, ജിബ്രീൽ വരുന്നില്ലല്ലോ, ജിബ്രീൽ വരുന്നില്ലല്ലോ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വരുന്നില്ല. അല്ലാഹുവിന്റെ റസൂൽ പടച്ചവനെ വഹിയങ്ങ് നിൽക്കുകയാണ്. വഹിയൊന്നും വരാതെ വന്നപ്പോ പ്രവാചകന് വല്ലാത്ത വേദനയായി, പ്രവാചകന് വല്ലാത്ത വിഷമമായി. അല്ലാഹുവേ, ഖുറൈശികൾ മുഹമ്മദിനെ കളിയാക്കുകയാ. വഹി വരാതെ വന്നപ്പോ അല്ല വണങ്ങി, പച്ച മലയാളത്തിൽ പറഞ്ഞ അത്ര തന്നെ. ഒരു ഇൻഷാ അല്ലാ പറയാതെ വന്നപ്പോ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നുള്ള വഹി അങ്ങ് നിലച്ചു. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. മഹാനായ നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വഹി വരുന്നില്ല. വഹി വന്നു കഴിഞ്ഞാൽ പ്രവാചകൻ പറയുമായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അള്ളാഹുവിൻ്റെ പ്രവാചകന് വഹി വരാതെ വന്നപ്പോ ഖുറൈശികൾ കളിയാക്കാൻ തുടങ്ങി. മുഹമ്മദിനെ റബ്ബ് കൈവിട്ടു, മുഹമ്മദിന്റെ റബ്ബ് കൈവിട്ടു. ഇപ്പൊ മറ്റേ മരക്കൊന്നും വരുന്നില്ല, ഇപ്പൊ വഹിയൊന്നും വരുന്നില്ല. ഖുറൈശികൾ കളിയാക്കുകയാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കളിയാക്കാൻ തുടങ്ങി. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രവാചകന്റെ ജീവിതത്തിൽ വലിയ പ്രയാസങ്ങൾ വന്നു. വല്ലാത്ത ദുഃഖം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചരിത്രം പറയുന്ന 40ഓളം ദിവസം, ഒന്നും രണ്ടുമല്ല 40ഓളം ദിവസം അവിടെ നിന്ന് വഹിയില്ലാതെ പ്രവാചകന് വലിയ പ്രയാസമായി, വലിയ വേദനയായി. ഒരുപാട് പീഡനങ്ങൾ സഹിക്കേണ്ടി വന്ന സമയം അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വലിയ പ്രയാസത്തിലാണ്. കുടുംബക്കാരുടെ ഭാഗത്ത് നിന്ന്, അതുപോലെ ഖുറൈശികളുടെ ഭാഗത്ത് നിന്ന് വല്ലാത്ത പീഡനങ്ങളും, അതുപോലെ കുത്തുവാക്കും പരിഹാസവും, അതുപോലെ തനിക്ക് താങ്ങും തണലുമായി നിന്നവരുടെ മരണങ്ങൾ, ഇതെല്ലാം പ്രവാചകനെ വല്ലാതെ വേദനിപ്പിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ നോക്കിയിരിക്കുന്നു. റബ്ബേ, ജിബ്രീൽ വരുന്നുണ്ടോ, ജിബ്രീൽ വരുന്നുണ്ടോ? പടച്ചവനെ, പ്രവാചകനെ കളിയാക്കാൻ തുടങ്ങി. മുഹമ്മദിന്റെ റബ്ബ് കൈവിട്ടു, മുഹമ്മദിന്റെ റബ്ബ് കൈവിട്ടു. ഇപ്പൊ മുഹമ്മദിന് വഹിയൊന്നും വരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഖുറൈശികൾ കളിയാക്കാൻ തുടങ്ങി. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്തിന്റെ പേരില്? ഇൻഷാ അല്ലാഹ് നാളെ പറയാമെന്ന് പറഞ്ഞ് ഇൻഷാ അല്ലാഹ് പറയാതെ വന്നപ്പോ ഞാനും നിങ്ങളും ഗൗരവത്തോടുകൂടി കാണേണ്ട കാര്യമാണ്. നിസാരമെന്ന് പറഞ്ഞ് തള്ളിക്കളയലല്ല. അല്ലാഹുവിലേക്ക് അടുത്തു കഴിഞ്ഞാൽ ഒരാള്, അല്ലാഹുവിലേക്ക് അടുത്തു കഴിഞ്ഞാൽ ഒരാള്, അല്ലാഹു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചെറിയ തിന്മകൾ പോലും അല്ലാഹുവിന്റെ മുന്നിൽ വലുതാ. നമ്മൾ മനസ്സിലാക്കേണ്ടത്, അല്ലാഹുവിലേക്ക് നമ്മൾ അടുത്തു കഴിഞ്ഞാൽ കയ്യിൽ നിന്ന് വരുന്നത് ചെറുതാണെങ്കിലും അത് വലുത് തന്നെ. അല്ലാഹു കാക്കുമാറാകട്ടെ, അല്ലാഹു കാക്കുമാറാകട്ടെ. ഇപ്പൊ നമ്മൾ ചിന്തിച്ചു നോക്കിയേ, വൻപാപങ്ങളും ചെറുപാപങ്ങളൊക്കെ പോകട്ടെ, വൻപാപങ്ങളും ചെറുപാപങ്ങളൊക്കെ പോകട്ടെ. അല്ലാഹുവിലേക്ക് അടുത്ത ആൾക്കാർ ഒരു കറാഹത്ത് പോലും ചെയ്യില്ല. അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്, ഒരു കറാഹത്ത് പോലും. അതുകൊണ്ടാണ് ഈ മഹാനായ ഇമാം ഷാഫി റളിയല്ലാഹു ചരിത്രങ്ങൾ പറയുന്നു, ഒരു വലിയ മഹാനുണ്ട്, എല്ലാവരും പറയുന്നു ഒരു വലിയ മഹാനുണ്ട്, വലിയ മഹാനുണ്ട് എന്ന് പറയുക. അപ്പം എല്ലാവരും പറയണല്ലേ ഒന്ന് കാണാൻ പോകാമെന്ന് പറഞ്ഞ് പോകുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അദ്ദേഹം വലതുഭാഗത്തേക്ക് തുപ്പുന്ന കണ്ടു. അപ്പം പറഞ്ഞു, ഇദ്ദേഹം മഹാനല്ല. ചെയ്ത തെറ്റെന്താ? കള്ളു കുടിച്ചോ? അല്ല, വലതുഭാഗത്തേക്ക് തുപ്പാൻ പാടണ്ടോ? വലതുഭാഗത്തേക്ക് തുപ്പരുത്, ഇടതുഭാഗത്ത്. അതാ ഞാൻ പറഞ്ഞത്, കറാഹത്ത്. നമ്മുടെ പണ്ഡിതന്മാർ, നമ്മുടെ മഹത്തുക്കളായ ഗുരുനാഥന്മാർ, മുൻഗാമികൾ
അവർക്ക് കറാഹത്തെന്ന് അതുപോലെ അവർ ചിന്തിക്കും. നിസ്സാരം നമുക്ക് പാപം വരുമ്പോൾ വൻപാപം ചെയ്താലേ നമുക്കൊന്നും തോന്നാറില്ല. പക്ഷേ ഒരു കറാഹത്ത് പോലും ജീവിതത്തിൽ ചെയ്യാതെ സൂക്ഷ്മതയോടുകൂടി ജീവിച്ച ഒരുപാട് പണ്ഡിതന്മാരും മഹത്തുക്കളുമുണ്ട്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അപ്പം അള്ളാഹുവിലേക്ക് അടുത്തു കഴിഞ്ഞാൽ ചെറിയതാണെങ്കിലും എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അള്ളാഹു അതാ ബന്ധം. നമ്മളിപ്പോൾ ഉദാഹരണം പറയുമല്ലോ, എടാ നാട്ടുകാർ പറയട്ടെ, മനുഷ്യൻ്റെ വാ കെട്ടാൻ പറ്റുമോ? കുടത്തിൻ്റെ വാ കെട്ടാനല്ലേ പറ്റൂ, പറയട്ടെ. എന്നാലും പടച്ചവനെ കുടുംബക്കാരൻ പറയട്ടെ, കൂട്ടുകാരൻ പറയട്ടെ, എന്നാലും എൻ്റെ കൂടപ്പുറപ്പ് പറയാൻ പാടുണ്ടോ? ഒരു വല്ലാത്ത വിഷമമല്ലേ? എടാ നാട്ടുകാർ പറഞ്ഞാൽ പറയട്ടെ, കുഴപ്പമില്ല. കുടുംബക്കാർ പറഞ്ഞാൽ പോട്ടെ, എന്നാലും എൻ്റെ കൂടപ്പുറപ്പൻ അതൊരു വേദന. അടുപ്പത്തിനനുസരിച്ച് വേദന കൂടുന്ന, അടുപ്പത്തിനനുസരിച്ച് നമ്മളോട് ഏറ്റവും കൂടുതൽ സ്നേഹബന്ധമുള്ളവർ നമുക്ക് എന്തെങ്കിലും ഒരു നിസ്സാര തെറ്റ് ചെയ്താലും വലിയ ഫീലിംഗ്, വലിയ വേദന. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ഇൻഷാ അല്ലാഹ് പറയാൻ വിട്ടുപോയപ്പോൾ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നുള്ള വഹി നിലച്ചത്. അവിടെ നിന്ന് വഹി വരുന്നില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ ദിവസങ്ങളോളം കഴിയുകയാണ്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ വലിയ പ്രയാസത്തിലാണ്. അപ്പോഴാണ് മുത്തുനബിയെ കളിയാക്കാൻ തുടങ്ങിയത്. അപ്പോഴാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഖുറൈശികളെ കളിയാക്കിയത്. ഉമ്മയുടെ കുടുംബത്തിൽ നിന്ന് പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വന്നത്. അങ്ങനെ പടച്ചവനെ പ്രവാചകനെ വിഷമിച്ച് വീടിൻ്റെ അകത്ത് ദുഃഖത്തിൽ കഴിയുമ്പോഴാണ് അതാ വരുന്ന മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വരികയാണ്. അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് വഹീമായിട്ട് കടന്നു വരികയാ. പടച്ചവനെ 40ഓളം ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് ജിബ്രീൽ വരുന്നത്. നബിയേ, എന്തിനാ നബിയെ പേടിക്കുന്നത്? അള്ളാഹുവിന്റെ റസൂലിനെ അവിടെ നിന്ന് സമാധാനിപ്പിക്കുകയാ. മുത്തുനബി അവിടെ നിന്ന് സമാധാനിപ്പിക്കുകയാ. അള്ളാഹുവിന്റെ റസൂലിനോട് പറയുന്നു, ഇന്നാ അഅ്തൈനാകൽ കൗസർ. നബിയെ, കൗസർ എന്ന് പറയുന്ന നദിയുണ്ടല്ലോ, അങ്ങക്കുള്ളതാണ്. അവിടെ നിന്ന് മുത്തുനബിയെ സമാധാനിപ്പിക്കുകയാണ്. വീടിന്റെ അകത്ത് കരന്നുകൊണ്ട് കിടക്കുന്ന പ്രവാചകന്റെ ചാരത്ത് ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് കടന്നു വന്നിട്ട് അവിടെ നിന്ന് പറയുന്നു, നബിയേ, യാ റസൂലല്ലാഹ്, എഴുന്നേക്ക് നബിയേ, എഴുന്നേക്ക് നബിയേ. ആരാ പറഞ്ഞത്? പടച്ചറബ് നിങ്ങളുടെ കൈവിട്ടെന്ന്. കളിയാക്കുന്നവരൊക്കെ കളിയാക്കട്ടെ. എഴുന്നേക്ക് നബിയേ, വാ നബിയേ എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്രാഉം മിഅ്റാജും എന്ന് പറയുന്ന അത്ഭുതകരമായ യാത്രയുണ്ടല്ലോ. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം. പടച്ചവനെ വിളിച്ചു കൊണ്ടുപോവുകയാണ്. ഒരു പിണക്കത്തിന് ശേഷം ഒരിണക്കമുണ്ടാവുകയാണ്. മുത്തുനബിയെ വിളിച്ചുണർത്തുന്നു. അല്ലാഹുവേ, ബൈത്തുൽ മുഖദ്ദസിലേക്ക് കടന്നു പോകുന്നു. അവിടെ പ്രവാചകന്മാർക്ക് മുഴുവനും ഇമാമത്ത് നിന്ന് നിസ്കരിക്കുന്നു. അത് കഴിഞ്ഞ് 7 ആകാശം കടന്ന് പടച്ചവനെ അതാ ആലമുൽ അർവാങ് 7 ആകാശം കടന്ന് സിദ്റത്തുൽ മുൻതഹയും കടിഞ്ഞ് പടച്ച റബ്ബിന്റെ സ്വർഗവും നരകവുമെല്ലാം കാണാൻ അല്ലാഹു കൊണ്ടുപോയ ചരിത്രം ഖുർആൻ ഇവിടുന്ന് പരിചയപ്പെടുത്തുമ്പോ എൻ്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടെ നിന്നൊരു ഇൻഷാ അല്ലാഹ് പറയാതെ വന്നപ്പോ എൻ്റെ പ്രിയപ്പെട്ടവരെ, അവിടെ നിന്ന് വഹീ വരെ നിലച്ചുപോയെന്ന് ചരിത്രം അവിടെ നിന്ന് പറയുമ്പോ അപ്പോഴാണ് ജിബ്രീൽ വരുന്നത്. യാ റസൂലല്ലാഹ്, വലാ തഖൂലന്ന ലിശൈഇൻ ഇന്നി ഫായിലുൻ ദാലിക ഗദാ ഇല്ലാ അയ്യസാ അല്ലാഹ്. എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് എന്ന് പറയണേ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അവിടുന്ന് പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു തന്നു, നീ എന്തെങ്കിലും ഒരു കാര്യം നാളെ ചെയ്യാൻ ഉദ്ദേശിച്ചാൽ ഉറപ്പായിട്ടും ഞാൻ ചെയ്യും എന്ന് നീ പറയരുത്, ഇൻഷാ അല്ലാഹ് എന്നുകൂടെ നീ ചേർത്ത് പറയണേ എന്ന് അല്ലാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ.